നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിപിഎമ്മിന്റെ മേയർമാർ ജനങ്ങൾക്കും പാർട്ടിക്കും തലവേദനയാവുകയാണ്. തിരുവനന്തപുരത്ത് മേയർ ആര്യാണ് കണ്ണിലെ കരടെങ്കിൽ തൃശൂരിലെ മേയർ MK വർഗീസാണ് പാർട്ടിക്ക് തലവേദന. പ്രത്യേകിച്ച് VS സുനിൽകുമാറിനെ. വീണ്ടും തൃശൂർ കോർപ്പറേഷൻ വിവാദങ്ങളിൽ ഇടം നേടുകയാണ്. കോർപ്പറേഷനിലെ മേയർ MK വർഗീസിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻമന്ത്രിയും CPI നേതാവുമായ VS സുനിൽകുമാർ. ചോർ ഇവിടെയും കൂർ അവിടെയും എന്ന രീതിയാണ് മേയർക്കെന്നും അദ്ദേഹം ആരോപിച്ചു. സ്നേഹ സന്ദേശ യാത്രയുടെ ഭാഗമായി BJP സംസ്ഥാന അധ്യക്ഷനിൽ നിന്ന് ക്രിസ്മസ് കേക്ക് സ്വീകരിച്ചതാണ് സുനിൽകുമാറിനെ ചൊടിപ്പിച്ചതെന്നാണ് കരുതുന്നത്. കേക്ക് സ്വീകരിച്ച നടപടി ആസൂത്രിതമാണെന്നും അദ്ദേഹം ഒരു വാർത്താ ചാനലിനോട് പറഞ്ഞു. ഇത്തരത്തിലൊരു സംഭവം നടത്തിയത് അദ്ദേഹത്തിന്റെ BJPയോടുള്ള രാഷ്ട്രീയ ആഭിമുഖ്യം തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിക്ക് സഹായകമാകുന്ന നടപടികളാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. ചോർ ഇവിടെയാണെങ്കിലും കൂർ അവിടെയാണെന്ന് അന്ന് തന്നെ അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണ്. മേയറെ മാറ്റേണ്ടത് LDF തീരുമാനിക്കേണ്ട കാര്യമാണ്. എന്ത് ചെയ്താലും സ്ഥാനം നഷ്ടപ്പെടില്ലെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. എന്ത് ചെയ്താലും സഹിക്കേണ്ട നിലപാടിലേക്ക് വന്നാൽ നമുക്കൊന്നും ചെയ്യാനാകില്ലെന്നും സുനിൽകുമാർ പറഞ്ഞു. വാക്കുകൾ ഇപ്രകാരമാണ്: ഇടതുപക്ഷത്തോടോ ഇടതുപക്ഷ രാഷ്ട്രീയ ബോധത്തോടോ ഒരു കൂറുമില്ലാത്ത ആളാണ് തൃശൂർ മേയർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കും BJP സ്ഥാനാർത്ഥിക്കുമായാണ് നേരിട്ടും പരോക്ഷമായും മേയർ പ്രവർത്തിച്ചത്. ഇടതുപക്ഷത്തിന്റെ ചിലവിൽ BJPക്കായി പ്രവർത്തിക്കുകയാണ് മേയർ. സംസ്ഥാന അധ്യക്ഷൻ വീട്ടിൽ പോയി കേക്ക് കൊടുത്തതിൽ തനിക്ക് ആശ്ചര്യമില്ല. നാളെ മേയർ BJPയുടെ ആരാകുമെന്ന് പറയാനാവില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ഒരു വേദിയിൽ പോലും മേയർ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, NDA സ്ഥാനാർത്ഥിയെ ബൂസ്റ്റ് ചെയ്യാനായി പദവി ദുരുപയോഗം ചെയ്തു. ചോറിവിടെയും കൂർ അവിടെയുമുള്ള വ്യക്തിയാണ് മേയർ. താങ്കൾ ഒരിക്കലും മേയർ അംഗീകരിച്ചിട്ടില്ലെന്നും മേയറുമായി അഡ്ജസ്റ്റ് ചെയ്തു പോവുകയാണെന്ന് VS സുനിൽകുമാർ പറഞ്ഞിരിക്കുന്നത്. MK വർഗീസിന്റെ സീറ്റിന്റെ ബലത്തിലാണ് തൃശൂർ കോർപ്പറേഷനിലെ ഇടതുഭരണം മുന്നോട്ട് പോകുന്നത്. മേയർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയാൽ പിന്തുണ പിൻവലിക്കുമെന്നും അങ്ങനെ കോർപ്പറേഷന് ഭരണം പോകുമെന്നും CPM ഭയക്കുന്നുണ്ട്. അതിനാലാണ് മേയർക്കെതിരെ നടപടി സ്വീകരിക്കാൻ മടിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി അദ്ദേഹം പലപ്പോഴും പുകഴ്ത്തിയിരുന്നു. ഇത് വിമർശനത്തിനിടയാക്കിയതോടെ വാക്കുകളിൽ രാഷ്ട്രീയം കലർത്തേണ്ട എന്ന മറുപടിയുമായി മേയർ രംഗത്തെത്തിയിരുന്നു. സ്നേഹത്തിന്റെ ദിവസമായ ക്രിസ്മസിന് വീട്ടിൽ ആര് വന്നാലും സ്വീകരിക്കുമെന്നും മറ്റൊരു ചിന്തയും ഇല്ലായിരുന്നു എന്നുമാണ് സുരേന്ദ്രന്റെ സന്ദർശനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. സുരേന്ദ്രൻ വന്നതിൽ സന്തോഷമെന്നും അദ്ദേഹം പറഞ്ഞു. മേയറുമായുള്ള കൂടിക്കാഴ്ച രാഷ്ട്രീയപരമല്ലെന്നും സ്നേഹത്തിന്റെ സന്ദർശനം മാത്രമായിരുന്നു എന്നാണ് സുരേന്ദ്രൻ അന്ന് മറുപടി നൽകിയത്. ഏതായാലും ഇതൊക്കെ തന്നെയാണ് VS സുനിൽകുമാറിനെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത്.